ഹായ് ഗായ്സ്, സിമ്പിളായിട്ടൊരു സാമ്പാർ തയ്യാറാക്കിയാലോ? ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള പരിപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക. ഇതിലേക്ക് കഷ്ണങ്ങളായി ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയും സവാളയുമാണ്. ഇത് ഈ മീഡിയം വലുപ്പത്തിൽ ചതുര കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്ത് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചക്കറി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു മുരിങ്ങക്കായ കൂടി. അതും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്താൽ പച്ചക്കറികളുടെ കാര്യമെല്ലാം റെഡിയായി. ഇനി അരവ് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്, സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും, ഉഴുന്ന്, പരിപ്പ് എന്നിവ കുറച്ച് മാത്രം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം സവാള. ഇത്രയും കാര്യങ്ങൾ എണ്ണയൊന്നും ചേർക്കാതെ ഇങ്ങനെ ചുവക്കനെ വറുത്തെടുക്കണം. ഇതാണ് പാകം. ഇനി ഇത് മഷി പോലെ അരച്ചെടുക്കുക. അരവ് കൂടി കഴിഞ്ഞതിന് ശേഷം വറവിൻ്റെ കാര്യങ്ങൾ നോക്കാം. വറവിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയും ചേർത്ത് ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്ത് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്താൽ വറവ് റെഡി. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും എല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരവും ചേർക്കുക. ഇനി എല്ലാം കൂടെ യോജിച്ച് തിളച്ച് റെഡിയായി വരണം. സാമ്പാർ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കഷ്ണങ്ങളൊന്നും വേണ്ട സാമ്പാറിന്. നല്ലൊരു അരവും വറവും പാകത്തിന് പരിപ്പും പുളിയും ഉണ്ടെങ്കിൽ അടിപൊളി സാമ്പാറായി. ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.